ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. ചോറ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1.25 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പും പിന്നെ 1/4 കപ്പും എന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. വടിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ പുളിയുള്ള ചോറൊന്നും എടുക്കാതിരിക്കുക. പിന്നെ വേണ്ടത് ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ അരച്ചെടുക്കുക. ഒട്ടും തരിയില്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വലിയൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ഇനി വേണ്ടത് ഇതിലോട്ട് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മെഷർമെൻറ്റ് കപ്പിൽ തന്നെ എടുക്കുക. 2 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങൾ, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 1/4 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 തണ്ട് കറിവേപ്പില അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കായപ്പൊടി, ഒരു നുള്ള് കായപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ക്യൂമിൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണ് ഇതിലോട്ട് കാശ്മീരി മുളക് പൊടി, അതുപോലെ പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടേബിൾ സ്പൂണ് തൈരും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നോക്കിയിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഒരുപാട് വെള്ളം ചേർക്കേണ്ട. നമ്മൾ ആദ്യം ഒന്ന് ഇത് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ള ഉള്ളി, അതുപോലെ മല്ലിയില, അതിൻ്റെ കഴുകിയെടുത്ത വെള്ളമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സായി കിട്ടും. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് ഇതിലോട്ട് ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂണ് മാത്രമാണ് കേട്ടോ വെള്ളം ചേർക്കുന്നത്. ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല. ലൂസായിട്ടുള്ള മാവല്ല, നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉള്ളി എടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഗോളി ബജയൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ, ഗോളി ബജ, പിന്നെ പക്കാവട, ചായക്കടയിലെ പക്കാവട, അതൊക്കെ ചെയ്യുന്ന ഒരു പരുവം തന്നെയാണ്. ഞാനിപ്പോൾ ഇത് കാണിച്ചുതരാം. മിക്സ് ചെയ്തെടുത്തിട്ട് ഒരുപാട് തിക്കായിട്ടുള്ള മാവല്ല, അപ്പോൾ ഇതുപോലെയാണ്. ലൂസായിട്ടുള്ള മാവുമല്ല. നമ്മൾ ഇതുപോലെ ഇങ്ങനെ കയ്യിലെടുത്ത് നുള്ളിയെടുത്ത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. നമ്മൾ നല്ലോണം ലൂസാക്കി ഇട്ട് കൊടുക്കുമ്പോൾ ഇത് മാവിങ്ങനെ പരന്ന് ആ ഒരു രീതിയിലാവും. അല്ലാതെ തിക്കായിട്ടുണ്ടെങ്കിൽ അകം പാകം വേഗില്ല, ആ ഒരു പ്രശ്നം വരും. അപ്പോൾ ഇതുപോലെ ഈ ഒരു പരുവത്തിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡ് കളറൊക്കെ മാറി വരുമ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ മാറ്റിയാൽ മതി. അപ്പോൾ ഞാൻ പകുതിയാണ് കേട്ടോ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു പ്രാവശ്യം കൂടെ ഉണ്ടാക്കിയെടുക്കാനുള്ള മാവുണ്ട് നമ്മളെടുത്ത അളവിൽ. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇതിപ്പോൾ നല്ല പാകത്തിന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാ സൈഡും നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഫ്ലെയിം കുറക്കാം കേട്ടോ. ഇത് നമുക്ക് ഫ്രൈ ആയി കിട്ടാൻ ഒരു ഇച്ചിരി സമയം എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്കാണ്, ചോറും കൂടെ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നല്ല ചൂടോടെ നല്ല ചമ്മന്തിയുടെ കൂടെ, നല്ല എരിവുള്ള ചമ്മന്തിയൊക്കെ ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. നല്ല ചൂട് ചായയും ചമ്മന്തിയും ഒക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഞാനിതൊരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് ചൂടാറിയാലും കുറേ നേരം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്